നമസ്കാരം. കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന സർക്കാരിനെ അട്ടിമറിച്ച് അവരെ രാജിവയ്പ്പിച്ച് രാജ്യത്ത് നിന്ന് കടത്തിയതിന് ശേഷം ഓടിച്ചതിന് ശേഷം അവിടെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും കലാപങ്ങളും ഒക്കെ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അവിടെ ഒരു ഇടക്കാല സർക്കാർ മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്നെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ വാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ തീവ്ര ഇസ്ലാമിക സംഘടനകൾ സംഘടിച്ചുകൊണ്ട് അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വളരെ ക്രൂരമായ ആക്രമണങ്ങൾ ഇവർ നടത്തിയിരുന്നു. അതായത് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുക, ഹിന്ദുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുക, ഹിന്ദുക്കളുടെ വീടുകൾക്ക് തീയിടുക, മറ്റ് ക്രിസ്ത്യൻ സിഖ് മതവിഭാഗക്കാരെ ഭീഷണിപ്പെടുത്തുക, കൊലയും നടത്തുക, ബലാത്സംഗം നടത്തുക, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്നു വന്നിരുന്നത്. പക്ഷേ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്ന്, അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ അഭ്യർത്ഥനയെ തുടർന്ന് ബംഗ്ലാദേശിൽ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം ഒരു കാലഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾ നിലച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നവരാത്രിയോടനുബന്ധിച്ച് അത്തരം സംഭവങ്ങൾ കൂടുതൽ ആവർത്തിക്കുകയാണ്. ബംഗ്ലാദേശിൽ വീണ്ടും ന്യൂനപക്ഷ വേട്ട നടക്കുകയാണ്. അതായത് 11 ജില്ലകളിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ ഇപ്പോൾ ഇതുവരെ ആക്രമിക്കപ്പെട്ടു എന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. നവരാത്രി കാലത്ത് വലിയ ആഘോഷങ്ങളാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ സംഘടിപ്പിക്കാറുള്ളത്. ഇക്കൊല്ലവും ഏതാണ്ട് 33,300-ൽ പരം പൂജാ മണ്ഡപങ്ങൾ ഇതിനോടകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ സമിതികളിലെല്ലാം, അല്ലെങ്കിൽ ഈ മണ്ഡപങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ നടത്തുന്നുണ്ട്, വിഗ്രഹാരാധന നടത്തുന്നുണ്ട്. ഇതിനെതിരെയാണ് ഒരു വലിയ വിഭാഗം മത തീവ്രവാദികൾ അസഹിഷ്ണുതയുള്ളവരായി മാറുന്നത്. കഴിഞ്ഞ വർഷം മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഈ ദുർഗാപൂജ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം രംഗത്തിറങ്ങിയിരുന്നു. അവർ പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും നടത്തിയിരുന്നു. പക്ഷേ അത് നടന്നിരുന്നില്ല. ഹിന്ദുക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ചോദ്യം ചെയ്ത് രംഗത്തിറങ്ങിയവരെ എല്ലാം കൽത്തുറുങ്കിൽ അടയ്ക്കുന്ന സർക്കാരിനെ പിന്നീട് നമ്മൾ കണ്ടു. ഇപ്പോഴിതാ വീണ്ടും ഈ വർഷം നവരാത്രി കാലത്ത് അക്രമങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ ആരംഭിച്ചിരിക്കുന്നു. 11 ജില്ലകളിൽ ഇതിനോടകം തന്നെ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തു കഴിഞ്ഞിരിക്കുന്നു. നവരാത്രി പൂജ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്ന ഇടക്കാല സർക്കാരിനോട് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.